ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് എനിക്ക് നല്ലൊരു ഉപ്പുകറിയുടെ റെസിപ്പിനെ നോക്കാം. ഉപ്പുകറി പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ഉപ്പുകറി ആയിട്ടിരിക്കും ഈ ഒരു ബീട്രൂട്ട് ഉപ്പുകറി. ബീട്രൂട്ടും പിന്നെ ക്യാരറ്റ് ഡേറ്റ്സ് വെച്ച് ഞങ്ങൾ ഈ ഒരു ഉപ്പുകറി ആക്കി നല്ല ടേസ്റ്റ് ആയിട്ട് നച്ചുന്ന പോലെ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ള ഒരു ഉപ്പുകറി ആയിട്ടിരിക്കും. അപ്പോൾ ഇത് മധുരവും പുളിയും ഉപ്പും കാരെല്ലാം ഒരേപോലെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. നിങ്ങൾ ആക്കി നോക്കൂ, എനിക്ക് എല്ലാവർക്കും ഇഷ്ടം. ഇത് ഞങ്ങൾ ബിരിയാണിക്ക് നെയ്ച്ചോറുക്ക് അതേപോലെ ബാക്കി എല്ലാത്തും പൊടിച്ചോറുക്കെല്ലാം സൈഡായിട്ട് കൂട്ടുക നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ ആക്കുക ഈസി ചെയ്ത് ചുമ സൊറയില്ല. ഇത് ഞങ്ങൾ കേരളത്തിലല്ല, ഞങ്ങൾ ഇപ്പോൾ മഞ്ഞൾ തവിടെ പിന്നെ അതേപോലെ എന്തെങ്കിലും ഫംഗ്ഷൻ്റെ അവിടെ എല്ലാം ഇറക്കിയിട്ട് ഈ ഒരു ബീട്രൂട്ട് കറി ആയിട്ടിക്കറ് മധുരം ഉള്ളത്. ഇത് പല ടൈപ്പിലും ആക്കിടാറ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ്. അപ്പോൾ ഞങ്ങൾ ഇത് എങ്ങനെ ആക്കറേന്ന് നോക്കാം. അപ്പോൾ ഇതിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു ബീട്രൂട്ട് എടുത്തേ, അതേപോലെ ക്യാരറ്റ് ഡേറ്റ്സ്. ക്യാരറ്റ് നിങ്ങൾക്ക് കണ്ടല്ലേ ഇതുപോലെ ഇത്ര വലുത് ഒന്ന് എടുത്തേ. പിന്നെ ഡേറ്റ്സ് ഒരു 25 ഡേറ്റ്സ് ഉണ്ട് ഇതിൽ. ഞാൻ നോക്കിടുന്നതാണ്, ഞങ്ങൾ എക്സ്ട്രാ വേണമെങ്കിൽ ഇട്ട് കൊടുത്തെങ്കിൽ. അപ്പോൾ ക്യാരറ്റും പിന്നെ ബീട്രൂട്ട് ഇതുപോലെ അതിൽ തോലെല്ലാം എടുത്തിട്ട് ഇതുപോലെ ഗ്രേറ്റ് ആക്കി എടുത്തേ. ബീട്രൂട്ട് ഇത് വലുത് ബീട്രൂട്ട്. പിന്നെ ഞാനത് എല്ലാം ഇട്ടിട്ടില്ല, കണ്ടല്ലേ ഇതുവേ ഇത്ര ഉണ്ടോ ചെന്നൈയിൽ ಬೇರೆ ಕ್ಯಾರೆಟ್ ಇಲ್ಲ ಅಂದ ಕ್ಯಾರೆಟ್ ಒಂದೇನೆ ಅದಕ್ಕೊಂಡು ಬೀಟ್ರೂಟ್ ನಾನಾದರೆ ഒരു മുക്കാൽ ഭാഗം എടുത്തേ. ഇത് കണ്ടല്ലോ ഒരു കാൽ ഭാഗത്ത് എത്ര വെച്ചത് അത്ര വലിയ ബീട്രൂട്ട് ഇത്. അപ്പോൾ അത് കൊണ്ടിട്ട് ഇത് രണ്ടും ഞങ്ങൾ ഇങ്ങനെ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ആക്കി എടുത്തെങ്കിട്ട് ഇങ്ങനെ കത്തിയിൽ കട്ടാക്കുക അങ്ങനെ ഒന്നും വേണ്ട, ഇതുപോലെ മാക്കിയിട്ട് എടുത്തെങ്കിട്ട് അതിൽ പിന്നെ ഡേറ്റ്സ് ഇതാ കലകിട്ട് ഡേറ്റ്സ് ഞാൻ ഒപ്പസ്ക്ക് ഒരു 8 കൊടുത്തേ. ഫസ്റ്റ് 25 എടുത്തേ, അതിൽ പിന്നെ ഒരു 5-8 ഡേറ്റ്സ് 8 കൊടുത്തേ. ഒരു 30 മേലുണ്ട് ഇതിൽ. അപ്പോൾ കണ്ടല്ലോ അದ್ರ ഡേറ്റ്സിൻ്റെ ಮೇಲೆ ഞങ്ങൾ ഇങ്ങനെ തണ്ണിലിട്ടിട്ട് കലകുമ്പോഴത്തേക്ക് അതിൽ മേലെ ഇങ്ങനെ തോൽ പോലെ ഇങ്ങനെ പോണ്ടല്ലോ അതിൽ സ്കിൻ നിൽക്കില്ല, അത് ഇങ്ങനെ പോണ്ടെത്ര പോട്ടു അങ്ങനെ പോണ്ടേ ഈത്ത പോലെ അನ್ಕಂಡಿங்க. അപ്പോൾ അത് ഇത് അതേപോലത്തെ ഒരു ഈത്ത പോലെ. അപ്പോൾ അതിൽ സ്കിന്നെല്ലാം എടുത്തിട്ട് കലക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതൊന്ന് കട്ടാക്കി എടുക്കണം. ചെറുതായിട്ട് ഇങ്ങനെ കട്ടാക്കി എങ്കിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു ഡേറ്റ്സിൽ ഒരു ഈത്ത പോലത്തെ ഒരു 4 പീസ് ആക്കി അങ്ങനെ കട്ടാക്കി എടുത്തെങ്കിട്ട്. അതേപോലെ ഞങ്ങൾ ഇതിക്ക് വേണമായിട്ട് ಬೇಚೊಪ್ಪು ಬೇನು പച്ചമുളക് ഇഞ്ചി വെല്ലുള്ളി. ಬೇಚೊಪ್ಪು ഇത് 2 തണ്ട് എടുത്തിട്ടാണ് ഞാൻ. പിന്നെ പച്ചമുളക് ഒരു 7-8 പച്ചമുളക് ഉണ്ട്. അപ്പോൾ ഇത് നല്ല കാറുണ്ടോ അപ്പോൾ ഇതിന് ഇത്രയും എടുത്തേ. പിന്നെ കാരക്കൂടെയും തെളിയാറിടാം. പിന്നെ ഇഞ്ചി കണ്ടല്ലേ ഇത്ര ഇഞ്ചി എടുത്തേ. വെല്ലുള്ളി തെളിയാറ് ഞാൻ 2 ഫുൾ വെല്ലുള്ളി എടുത്തേ. അത് വലിയൊരു വെല്ലുള്ളി കണ്ടല്ലേ, വെല്ലുള്ളി തെളിയാറിടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഞങ്ങൾ ഒന്ന് വെല്ലുള്ളി ഒന്ന് കട്ടാക്കി എടുക്കണം. വെല്ലുള്ളിയും പിന്നെ ഇഞ്ചി അതിനെ കാട്ടണേ. അപ്പോൾ കണ്ടത്തില്ലേ വെല്ലുള്ളി ഞങ്ങൾ തെളിയാറിടണം, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറിയ അരി വെല്ലുള്ളിയും കണ്ടി നിങ്ങൾ ഇപ്പോൾ റായത്തെല്ലാം ഞങ്ങൾ ചെറിയ അരി കിട്ടറല്ലേ അതിന് കണ്ടി അങ്ങനെ ഇടാം. ഞങ്ങൾ ഫുള്ളായിട്ട് ഇടാം, കട്ടാക്കണോണ്ടില്ല അങ്ങനെ ഇട്ടെങ്കിട്ട്. അപ്പോൾ ഇത് വലിയ അരിയായത് കൊണ്ടിട്ടോ ഒന്ന് കട്ടാക്കറേ ഞാൻ ഇതുപോലെ ഇതുപോലെ സപ്പൂറ ഉദ്ദത്തിലൊന്ന് കട്ടാക്കി എടുത്തേ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇഞ്ചി ഞങ്ങൾ പൊടിയായിട്ട് കട്ടാക്കിയിട്ട് ചുമ വലിയ ആക്കി കട്ടാക്കണ്ട, ഇനി പൊടിയായിട്ട് കട്ടാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഇഞ്ചി വെല്ലുള്ളി പച്ചമുളക് ഇതെല്ലാം കട്ടാക്കി എടുത്തേ. ഇതുപോലെ കട്ടാക്കി എടുത്തെങ്കിൽ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് ഇട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതാ ഒരു പാൻ വെച്ചിട്ട് ಅದಕ್ಕೆ ഞങ്ങൾ തെല്ല് ഓയിൽ ಬಿತ್ತಿ കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഓയിലാക്കറേ, സാധാ ഓയിൽ ഞങ്ങൾ ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ അതിലാക്കറേ. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ വേണേ തേങ്ങ അതല്ലെങ്കിൽ എള്ളെണ്ണലാക്കറെങ്കിൽ അതും ആവും. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുകിട്ട് കൊടുക്കണം. കടുക് പൊട്ടിയിൽ പിന്നെ ഞങ്ങൾ ഇപ്പോൾ കട്ടാക്കി വെച്ച ഇഞ്ചി വെല്ലുള്ളി പിന്നെ പച്ചമുളക് അതിലൊಟ್ಟಿಗೆ ಬೇಚೊಪ್ಪು ഇട്ട് കൊടുത്തേ. ഇട്ടിട്ട് നല്ല ഒന്ന് കായിട്ടിത് കരിപ്പാട്ടണ്ട മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ. നല്ല കാഞ്ഞിട്ട് പറഞ്ഞു, നല്ല കളർ ചേഞ്ച് ആയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ ആയിട്ട് പണ്ടല്ലേ. അപ്പം ഞങ്ങൾ ഇതിക്ക് ബാക്കി ഞങ്ങൾ ഇട്ട് കൊടുത്തെങ്കിട്ട്. അപ്പോൾ ഇതുപോലെ. അപ്പോൾ ഇത് പല ടൈപ്പിലും ആക്കറാണ് ചെന്ന പോലെ. ഇത് ഇങ്ങനെ പച്ച ആക്കറാറ് ഇത് ചെന്ന ഞങ്ങൾ ഇപ്പം ഇങ്ങനെ കുറേ സമയത്തേക്ക് ബേക്കറൻ കണി ഇതുപോലെ ഫ്രൈ ആക്കിയിട്ടാക്കിയിട്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ കേരളത്തിലെ ഫംഗ്ഷൻ്റെ അവിടെ എല്ലാം ആക്കറാറല്ലേ അങ്ങനെ അത് പച്ച അപ്പമ്മേ അങ്ങ് റെഡി ആക്കറേ എല്ലാം പച്ച ഇട്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ആക്കറേ ഇത്. അപ്പോൾ അങ്ങനെ പല ടൈപ്പിലും ആക്കറത് ഇത്. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല കാഞ്ഞിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ തീ ചെറിയാക്കി വെക്കണം. തീ ചെറിയാക്കി വെച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കണം. വേറെ എന്ത് വേണ്ട, മുളക് പൊടി മാത്രമേ ആവും. ಅದಕ್ಕೆ ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി. ಖಾರ നോക്കി നിങ്ങൾ ಯಾರಕ್ಕೋಡಿ ಬೇನಿಗೆ ಅದು നിങ്ങൾ നോക്കിയിട്ട് ಹಾಕಿಕೊಳ್ಳೋರು. അപ്പോൾ ഞാനിവിടെ വലിയ സ്പൂണിൽ 2.5 സ്പൂൺ മുളക് പൊടി ഇട്ടേ. മുളക് പൊടി ഇടുമ്പോൾ അതുപോലെ തീ ചെറിയ തീർ വെക്കണം, ഇല്ലെങ്കിൽ കറിയിടത്. അപ്പോൾ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. മിക്സ് ആക്കി എടുത്താൽ പിന്നെ ഞങ്ങൾ ഇപ്പോൾ കട്ടാക്കി വെച്ച് ഇത് ഈത്തവല ഉണ്ടല്ലേ, ഈത്തവല ഞാൻ ഒരു ഈത്തവലത്തെ 4 പീസാക്കി കട്ടാക്കിയത്. ചുമ ചെറുതാക്കൊണ്ടില്ല ചെന്നെങ്കിൽ അത് വേഗം അതിൽ സോഫ്റ്റായിട്ട് പണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കട്ടാക്കി ഇടുമ്പോൾ നിങ്ങൾ തെല്ലിങ്ങനെ കടിക്ക് നോക്കിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ്. അപ്പോൾ ഇതാ ഈത്തവല ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തോളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ക്യാരറ്റും പിന്നെ ബീട്രൂട്ടും അതിലൊട്ടിക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ടേസ്റ്റ് പിന്നെ എത്ര ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഞങ്ങൾ ഇടുമ്പോൾ ഈ സമയത്ത് ചുമ ഉപ്പിടുക പോണ്ട. ഇതിപ്പോൾ ഒന്ന് കുറുടി അവിടെ ഇതിപ്പോൾ ഞങ്ങൾ ഇട്ട വഴിയില്ല ഒന്ന് ഇതിങ്ങനെ ബാടിയിട്ട് വരുമ്പോഴത്തേക്ക് ഒന്ന് കുറുടി അവിടെ. അപ്പോൾ ഞങ്ങൾ നോക്കിയിട്ട് ബേനിട്ടെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ഇട്ടെങ്കിട്ട്. അപ്പോൾ ഈ ഉറക്കമേ ഇടണ്ട, ചുമ ഉപ്പിടണ്ട.
ചിലപ്പോൾ യാറാവുക ചാൻസ് ഇക്കറ്. അപ്പോൾ നല്ല ഒന്ന് അടിമേലാക്കി എടുക്കണം. ചെന്ത ഇതുപോലെ നല്ല അടിമേലാക്കിയിട്ട് വേറെ ടൈം ഒരു തെല്ല് നേരം മൂടി ಬೇಕರೆಂಗೆ ಮೂಡಿ ಬೇಕು. ಇದು ಚೊಮ್ಮೆ ಬೆಂದಿಟ್ಟು ಇങ്ങനെ ಕಲಂಗಣು അങ്ങനെ ഇല്ല. ഞാൻ കാട്ടണം നല്ല തെല്ല് നേരം ഒരു 10 മിനിറ്റ് ഉള്ളിൽ ഞങ്ങൾ ഇത് റെഡി ആവും. 10-12 മിനിറ്റ് ആ ഒരു ടൈമിൽ ഞങ്ങൾ ഇപ്പോൾ സ്റ്റൗവിൽ വെച്ചാൽ പിന്നെ ആ ഒരു ടൈം അത്രമേ ആവും. ചന്ത ഇതുപോലെ നല്ല എല്ലാം മിക്സ് ആക്കി കൊടുക്കണം. നല്ല അടിമേലാക്കിയിട്ട് ചന്ത അപ്പോൾ തെല്ല് നേരം ഇങ്ങനെ ഞങ്ങൾ കൈ ಬಿಡಾಂಟ അടിമേലാക്കണം അങ്ങനെയില്ല. തെല്ല് നേരം അപ്പോൾ ഒന്ന് മിക്സ് ആക്കി കൊടുത്തെങ്കിൽ ഇത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ഞങ്ങൾ ಇದಕ್ಕೆ ಸುರ್ಕ ಬೀತಿ ಹುಡ್ಕೋಣ. അപ്പോൾ ಇದಕ್ಕೆ ഞങ്ങൾ പുളിക്ക് വേണ്ടിയിട്ട് സുർക്ക ബീത്രേ. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ഒരു 1/4 കപ്പ് എത്ര ബീത്രേ അത് നിങ്ങൾ നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ಬೇನೆ പോലെ ബീത്തി കൊടുത്തെങ്കೈತೆ. ಇದು 1/4 ಕಪ್ ಮೈಯಾವಲ್ಲ. അപ്പോൾ പുളി എല്ലാം ಗೊಂತವಡಲ್ಲ ಕೊರಡೆ ಹಾಕೋಗುം ತೀರಾ പുളിಗೆ ಬೇನು ನಂಗೆ ತೆಲ್ಲ ಗೊಂತವಡಲ್ಲ. അപ്പോൾ സുർക്ക ബീത്തുമ്പോൾ ഞങ്ങൾ ഉപ്പുകറി ಬೆಡಕಾಡುವಿಲ್ಲ. അപ്പോൾ നല്ല ഒന്ന് മിക്സ് ആക്കിയത് ഇപ്പോൾ ಕೊರಡೆ ഉണ്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് എത്ര ബീത്തി കൊടുக்கிறேன் ನಾನು. അപ്പോൾ ഇതാ അപ്പോൾ ഒരു 1/4 കപ്പ് ബീത്തി കൊടുത്തിട്ട് അപ്പോൾ ടോട്ടലി 1/2 കപ്പ് സുർക്ക ബീത്തിനാണ്. അത് നോക്കി നച്ചുന്ന പോലെ പുളിയെല്ലാം നിങ്ങൾക്ക് എങ്ങനെ ಬೇನೋ അതുപോലെ നോക്കിയിട്ട് ബീത്തി കൊടുത്തെങ്കിട്ട്. അപ്പോൾ 1/2 കപ്പെല്ലാം ಬೇನಾവും നോക്കിയോളൂ. ഈ ഒരു അന്തജിൽ ആക്കറിങ്. അപ്പോൾ 1/2 കപ്പ് സുർക്ക ബീത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തേ. അപ്പോൾ ഇതൊരു തെല്ല് ടൈറ്റ് പോലെ ഉണ്ട് കണ്ടല്ലിങ്ങ. ഇതൊന്ന് ലൂസായിട്ട് വരണം. അപ്പോൾ തെല്ല് കാലി നോർമൽ തന്നെ ഉണ്ടല്ലേ അത് തെല്ല് ബീത്രേ. അപ്പോൾ ചുമ്മ നിങ്ങൾ നോക്കിയോളൂ അത് അതും അങ്ങനെ. അപ്പോൾ നോക്കിയിട്ട് ഞങ്ങൾ ಬೇನಾയ പോലെ അത് തന്നെ നോക്കിയിട്ട് ബീത്തിങ്ങായിട്ട് കറക്റ്റായിട്ട് ഒരു അളവ് ചൊല്ലാം കാട്ടറാണ്. അപ്പോൾ ಬಸ್ ತೆಲ್ಲು ஒரு 1/4 ಕಪ್ಪಡೆ ಕಾಟಿ ಕೊರಡಿ ಬೀತಿ ಕೊಡ್ತಾರೆ. അപ്പോൾ ಬಸ್ ಒಂದು ತೆಲ್ಲು ಬೀತು ನಾವು. അപ്പോൾ ಬಸ್ ಇದು അതേപോലെ ഒരു തെല്ല് തന്നെ ബീത്തി കൊടുത്തറ. 1/4 കപ്പടെ കാടി തെല്ല് ಕೊರಡಿ ചുമ്മ വേണോട്ടില്ല. അപ്പോൾ നല്ല മിക്സ് ആക്കിയിട്ട് ടേസ്റ്റ് എല്ലാം ഈ സമയത്ത് നോക്കറു. അപ്പോൾ ഞങ്ങൾ മദ്ര അതെല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പെല്ലാം കൊരടിൻകന്നെ ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ ಇದಕ್ಕೆ തെല്ല് മദ്ര കൊരടിണ്ടോ അതേപോലെ തെല്ല് ഉപ്പും കൊരടിണ്ടോ ഒരു 1/2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കറേ. അപ്പോൾ ഞങ്ങൾ അവർ ಐತ പോലത്തെ മദ്രമേ ഉണ്ണിൻകന്നെ ഇത് ಬೇನೋട്ടില്ല. ഇത് തെല്ല് കൊരടി പോലെ ಇಂತ. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തേ. അതേപോലെ തെല്ല് ഉപ്പും കൊരടിണ്ടോ ഉപ്പ് ഇട്ട് കൊടുക്കറേ. അപ്പോൾ ഒന്ന് നല്ല മിക്സ് ആക്കി എടുക്കുക. ഇതിപ്പോൾ ആയിത്തൂടെ ആയിട്ട് ಬಂತು. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓഫ് ആക്കാം. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലേ ഈ ഒരു ಗಟ್ಟಿಲಿಕ್ಕಟ್ಟೆ ഇതിനെക്കാട്ടി ഒന്നും കൂടി ಬೇನೋಟಾಗಿ ഒന്ന് ലൂസ് ആക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൂടി ലൂസ് ആക്കറെങ്കിൽ ആക്കത്തില്ല. തന്നെ ബീത്തിട്ട് എന്തെങ്കിലും ബീത്തിട്ട് ഒന്ന് ലൂസ് ആക്കി എടുത്തെങ്കിട്ട് ಬೇನುಂಟಾಯಂಗೆ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അന്തജിൽ ഓഫ് ആക്കറേ ആയിത്തൂടെ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചൂട് തന്നെയാൽ പിന്നെ ഒന്നും കൂടി ടേസ്റ്റ് നോക്കിയെങ്കിട്ട്. അപ്പോൾ എന്തെങ്കിലും കൊരടി ഉണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ ഇട്ട് കൊടുത്തെങ്കിട്ട്. അപ്പോൾ ഇതവിടെ കംപ്ലീറ്റ് ആയിട്ട് ചൂട് തന്നിട്ട് അപ്പോൾ ടേസ്റ്റ് നോക്കുമ്പോൾ തെല്ല് പുളി കൊരടിಂತ. അപ്പോൾ ഞാൻ ഒപ്പസോറ് 1.5 ടേബിൾ സ്പൂൺ എത്ര ഒപ്പസോർക്ക് ബീത്തി കൊടുക്കറേ. അപ്പോൾ ടോട്ടലി ഞങ്ങൾ ഫസ്റ്റ് 1/2 കപ്പ് ബീത്തിര അതിൽ പിന്നെ ഇപ്പം ഞാൻ 1.5 ടേബിൾ സ്പൂൺ ബീത്തിരേ. അപ്പോൾ അതുപോലെ അത് നിങ്ങൾ നോക്കിയിട്ട് ಬೇನೆ പോലെ നിങ്ങൾ സുർക്കെല്ലാം ബീത്തി കൊടുത്തെങ്കിട്ട് ഒന്ന് നല്ല മിക്സ് ആക്കി എടുക്കുക. സുർക്ക ബീത്തിൽ പിന്നെ ഒരേപോലെ എല്ലാം ಇದು ಮಿಕ್ಸ್ ಆಯಿತು ಬರನು. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഉപ്പുകറി ഇതാ റെഡി ആയിട്ട് നോക്കിയാറല്ലേ നിങ്ങൾ എത്ര ഈസി ആയിട്ട് നിങ്ങൾ ഇതാക്കി എടുക്കേണ്ടത്. ഇതിപ്പോൾ വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾ ചുമ്മ സൊറ പോലെ കണ്ടിട്ടിക്കോ. ചുമ്മ സൊറയില്ല ഇത് ಬೇಗ ആക്കി എടുക്കും പോലത്തെ ഉപ്പുകറി ഇട്ടിക്കര്. അതേപോലെ നല്ല ടേസ്റ്റും ആയിട്ടിക്കര്. കാണുമ്പോൾ നിങ്ങൾ ഒന്ന് നല്ല ടേസ്റ്റ് ഓടിയത്. ഇത് നിങ്ങൾക്ക് പിന്നെ നെയ്ച്ചോർക്കും പിന്നെ അതുപോലെ ബിരിയാണിക്ക് പിന്നെ ಬೇರೆ പൊടിച്ചോർക്ക് എല്ലാത്തും സൈഡായിട്ട് കൂട്ടാം. നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. നിങ്ങൾ ആക്കി നോക്കറോ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിൽ എന്തെങ്കിലും നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കേൾക്കറോ. അപ്പോൾ ഇത് നിങ്ങൾ ഇത് സ്റ്റോറാക്കി വയ്ക്കുമ്പോഴത്തേക്ക് ബോട്ടിലിൽ ഇട്ടിട്ട് സ്റ്റോറാക്കി വെച്ചെങ്കിട്ട്. ഞാനിവിടെ ഇതാ ഒരു ഗ്ലാസ് ജാറൂടെ റെഡിയാക്കി വെച്ചേ. തന്നിൻ്റെ ബസ്സെല്ലാം ഇക്കണ്ട. പിന്നെ ഇത് ഞങ്ങൾ ಬೇಗമേ തീരും. സുർക്ക ബീത്തി കൊണ്ട് ഞങ്ങൾ ഇത് ಬೆಡಕಾവിಲ್ಲ. ഞങ്ങൾ പരത്തേ ബേക്കുക അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക ഇങ്ങനെ വേണേം ബേക്കുക. സുർക്ക ബീത്തി കൊണ്ട് ഇത് ಬೆಡಕಾവില്ല. അപ്പോൾ കണ്ടെത്തല്ലേ ഇത് ಬೇಗമേ തീരും. അത്ര ടേസ്റ്റ് ആയിട്ടൊക്കെ നിങ്ങൾ ആക്കി നോക്കറോ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരം പേരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കറോ കമൻറ്റ് ആക്കറോ. അതേപോലെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ്ಗೆ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കറോ. ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് എൻ്റെ ചാനൽ കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൽ മുട്ടമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കറോ. ഇൻഷാ അല്ലാഹ് ഇതിനും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.